ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഹാമിൽട്ടൺ പൂളിലോട്ട് പോകാൻ വേണ്ടിയാണ്. ഒരു 1 ഡേ ട്രിപ്പായിട്ട് ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ പരിപാടി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഞങ്ങളെ കാണാൻ വേണ്ടി രൈജൻ്റെ സിസ്റ്ററിൻ്റെ മോനും പിന്നെ മോളും രണ്ടിടത്തു നിന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ മോൻ ഹോസ്റ്റലിലാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി അന്നവിടെ കൂടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഒരു 1 ഡേ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണ്. അപ്പം സാൽമൺ ഫിഷ് മോളി vegetarian yes taking video recycle yeah recycle usually engineering turn left onto Ronald W. Reagan Boulevard. Now turn left onto Ronald W. Reagan Boulevard. this road ഭയങ്കര സ്വിമ്മിംഗ് പൂളും നല്ല രസമാണ്. അത് ഡാഡി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ ഫാമിലി അടിയെടുക്കുന്നത് രസമാണല്ലേ. നമ്മള് ഇപ്പൊ സൗത്തിലോട്ടാണ് പോകുന്നത്. Yeah, we'll take one of those. Yeah. So we're here at the Star. Okay. Find a spot wherever you can in the lot. And the trailhead is at the exact opposite end of the parking lot. Okay. You'll have to walk a little bit in the lot to get Got it. there. Yeah. Indicated by an orange cone. Super obvious. Okay. It's a 1/4 mile hike down to the pool itself. The first half of the trail is just a little steep and rugged. So just watch your footing on that part. Okay. It might be just a little slick from the rain this morning. Okay. Water's access is allowed today. Okay. Just no access underneath the overhang due to the hazard of falling rocks. Got it. Probably the biggest change since you were here last. Okay. And then in addition to that 15 or so minute walk down to the pool, there's another 3/4 mile hike to the Pedernales River. That's 3/4 mile hike back. Okay. Definitely recommend it. Okay. Probably takes about from here 20 to 25 minutes to get there. Okay. 20 to 25 minutes to get back. Got it. Okay. Otherwise, no glass containers are allowed. There's no pets in the car, right? No. And then 5:30 is the close time. Just Okay. keep that in mind. Okay. Any questions? No, it's good. Y'all are good to go. Thank you. Appreciate it. Thank you, sir. No problem. എന്റെ പാസ്പോർട്ട് എടുത്ത് കാണിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ യൂഷ്വലി ക്വസ്റ്റ്യൻ ഹാമിൽട്ടൺ പൂൾ. our team okay can you give away the map anybody ഞാനും ലീഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ കുറെ നേരമായിട്ട് ലീഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സൂത്രദായകൻ. അതെ. പേരിടണോ പുതിയ പ്രോഡക്റ്റ്? Pumpkin by Asha. Asha's bakery. അതെ. ആശ ബേക്കറി, ഇന്ത്യൻ ബേക്കറി. ബേക്കറിയൊക്കെ പോയി വേറെ കാര്യത്തിൽ ആശയ്ക്ക് ഭയങ്കര ഒരു ഇതാണ്. I was just gonna ask you. It's actually really like hidden spot. yes ഇവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്നാലേ ആ റിവർ സൈഡിലോട്ട് എത്തത്തുള്ളൂ. അപ്പം അവിടെ ഇറങ്ങി വന്നിടത്ത് തന്നെ ഒരു ബെഞ്ച് കിടപ്പുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. കാരണം നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു, നല്ല സുഖകരമായിരുന്നു. അപ്പോൾ ആ പ്രകൃതിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. കൂടെയുള്ളവരെല്ലാം മുമ്പോട്ട് നടന്നു. അവിടെ നേരത്തെ ഉള്ളൊരു കട്ടിങ് ഉണ്ടായിരുന്നു, കുറച്ചുകൂടി നല്ലായിരുന്നു. ഒരു മരം നടുക്ക് നിൽപ്പുണ്ട്. അതെ, ഈ കാട് മുഴുവൻ ഫോറസ്റ്റ് ആണ്.
നമ്മളിപ്പോ ഒരു നീ എവിടെ വിളിച്ചാലും നിന്നെ കണ്ടുപിടിക്കും ഞാൻ. അതെ 3 കിലോമീറ്ററോളം നമ്മൾ നടന്നു കഴിഞ്ഞു അല്ലേ? അതെ. ആരാ നമ്മുടെ പുറകെ വരുന്ന ഒരു ശബ്ദം കേൾക്കാമല്ലോ, ഏതാണ്ട് ഒരു കാൽപാദത്തിന്റെ ശബ്ദം. ഒരു സ്പ്രിംഗ് സീസൺ ആയിരുന്നുകൊണ്ട് ഈ മരങ്ങളിലൊന്നും ഇലകളായിട്ടില്ല, ആയി വരുന്നേ ഉള്ളൂ. കുറച്ചുകൂടെ നടക്കുമ്പോഴത്തേനും ആ ഗ്രീനറി കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു ചില്ലകൾ പോലെയൊക്കെ നിൽക്കുന്നത്. പക്ഷേ തണുപ്പുണ്ടായിരുന്നുകൊണ്ട്, കാലാവസ്ഥ നല്ല തണുപ്പായിരുന്നുകൊണ്ട് നടക്കാൻ സുഖമായിരുന്നു. 3 കിലോമീറ്ററോളം ഇത്ര നടന്നിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഞങ്ങൾ ഈ ഹാമിൽട്ടൺ പൂളിൻ്റെ അവിടെ ചെന്നിട്ട് കുറച്ച് താഴോട്ട് ഇറങ്ങണം. മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേരുകളൊക്കെ ഉണ്ട്. അവിടുന്ന് താഴോട്ട് വന്നിട്ട് ഏകദേശം ഒരു 3 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴാണ് ഒരു റിവർ കാണുന്നത്. ആ റിവറിൻ്റെ അവിടെ ഇവരെല്ലാവരും കൂടെയുള്ളവരെല്ലാവരും കൂടെ അവിടെ പോയി അവർ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ അവിടെ നല്ലൊരു ചെയർ ഉണ്ടായിരുന്നു. നല്ല തണുത്ത സുഖമുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഹാമിൽട്ടൺ പൂൾ എന്നറിയപ്പെടുന്ന ആ ഒരു പൂളിൻ്റെ സൈഡിലോട്ട് പോയി. ഹാമിൽട്ടൺ പൂൾ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രാവിനെ പോലൊരു ചിറകുണ്ടായിരുന്നെങ്കിൽ പർവ്വത നിരകൾ താണ്ടി ഞാൻ പറന്നെങ്കിൽ. പ്രിയൻ പൊൻമുഖം ആശയോടെ കാണുവാൻ പറന്നു പോകും പറന്നു പോകും പറന്നു പറന്നു പോകും ഞാൻ. ഓസ്റ്റിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ കുന്നുകളും താഴ്വരകളുമാണ് കൂടുതലും കാണാവുന്നത്. ഇപ്പോൾ പോകുന്ന വഴിക്കൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ആസ്വദിച്ച് പോകാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നത്. ഞങ്ങളെ പിള്ളേരും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ശരിക്കും ട്രിപ്പ് എൻജോയ് ചെയ്തു. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഈവനിങ് ആയപ്പോഴത്തേക്ക്.
ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.